ഗുഡ് മോർണിംഗ് ഓൾ. ഫസ്റ്റ് മൊഡ്യൂൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. നമ്മൾ സിലബസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഫങ്ഷൻസ് ആൻഡ് ഇൻറ്റേർണൽ മെമ്മറീനെ കുറിച്ചാണ്. 3 ഭാഗമായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ ദ വൺ ന്യൂമാൻ മെഷീൻ ആൻഡ് സെക്കൻഡ് വൺ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്, അതായത് ഇൻ്റർ കണക്ഷൻസ് ഒക്കെയാണ്, ബസ്സിനെയൊക്കെ കുറിച്ചാണ് സെക്കൻഡ് പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് മെമ്മറി സിസ്റ്റം, റാം, റോം, ഡി റാം, എസ് റാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും തേർഡ് പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി ഫസ്റ്റ് പോർഷൻ ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് വോൺ ന്യൂമാൻ മെഷീൻ. വോൺ ന്യൂമാൻ മെഷീൻ ആയിരിക്കും ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? Before going to that, first we want to understand what is an architecture, computer architecture, and what is computer organization. So what is computer architecture? Architecture means the internal structure or working of computer. അല്ലേ? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അതിനാണ് നമ്മളതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് ആ ഓരോ കോമ്പണൻസും എങ്ങനെ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പറയുന്നത്. സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു ദാറ്റ് ദി ആട്രിബ്യൂട്ട്സ് ഓഫ് എ സിസ്റ്റം വിസിബിൾ ടു എ പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻജിനീയേഴ്സിന്, ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓരോ സിസ്റ്റത്തിൻ്റെ നമ്മുടെ ഓരോ ആട്രിബ്യൂട്ട്സുകളുണ്ട്. അതായത് ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ വേരിയബിൾസ് വേണം, അത് സ്റ്റോർ ചെയ്യാൻ എത്ര മെമ്മറി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വേണം, അതിൻ്റെ ഓപ്പറേഷൻ അവിടെ എന്താണ്, അത് പിന്നെ എവിടെയാണ് നമ്മൾ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളത് ഒരു യൂസറിന് വിസിബിൾ ആക്കേണ്ടത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിസിബിൾ അല്ല, അല്ലേ? നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 നമ്പർ കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പാരിസണോ എന്തെങ്കിലും നമ്മൾ ഇൻറ്റേർണലായിട്ട് നമ്മൾ വർക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസുകൾ നമ്മൾ കൊടുക്കുന്നതാണ്. അതനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വർക്കിംഗ് നടക്കും. നമുക്കതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും, അല്ലേ? സോ അങ്ങനെ ഒത്തിരി ഇൻറ്റേർണലായിട്ടുള്ള നമുക്ക് വിസിബിൾ ആവാത്ത കാര്യങ്ങൾ, ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ ഒത്തിരി ഓപ്പറേഷൻസുകൾ എന്തുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാമറിന് ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളാണ്, അല്ലേ? സോ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ വർക്കിങ്ങുകളൊക്കെ അവിടെ നടക്കുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻസുകളും എങ്ങനെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോ ആട്രിബ്യൂട്ടുകളും എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത്, ഇതിനെയൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദാറ്റ് ദി ഓപ്പറേഷണൽ യൂണിറ്റ് ആൻഡ് ദെയർ ഇൻ്റർ കണക്ഷൻസ്. കണ്ടോ, അതാണ് ഡെഫിനേഷൻ. അതായത് ഓരോ ഓപ്പറേഷൻ യൂണിറ്റുകളും, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, CPU ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ഒത്തിരി കൺട്രോൾ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതും വർക്ക് ചെയ്യുന്നതും എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന ടേം കൊണ്ട് നമ്മൾ പറയുന്നത്. ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്നാണ് ഒരു ആർക്കിടെക്ചറിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വാട്ട് ദി കമ്പ്യൂട്ടർ ഡസ് എന്നാണ്, അല്ലേ? അതേപോലെ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തമ്മിൽ ഈ ഒരു ഓപ്പറേഷണൽ യൂണിറ്റുകളെ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നതും അതിൻ്റെ വർക്കിങ്ങുമാണ് പറയുന്നത്. സോ എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, എന്താണ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഫസ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, ആ പേര് ജോൺ വോൺ ന്യൂമാൻ പ്രപ്പോസ് ചെയ്ത ആർക്കിടെക്ചർ ആയതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പേര് വന്നത്. IAS കമ്പ്യൂട്ടർ എന്നും പറയും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് IAS കമ്പ്യൂട്ടർ എന്നൊരു പേര് കൂടി ഈ വോൺ ന്യൂമാൻ നമ്മൾ പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ? പണ്ട് കാലത്ത് ഒരു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇല്ലായിരുന്നു. എന്താ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. അതായത് ഇപ്പോൾ 2 നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ 2 നമ്പേഴ്സിനെ നമുക്ക് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാം. പക്ഷേ ആ അഡീഷൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനൊന്നും കഴിയില്ല. അതൊക്കെ നമ്മൾ എക്സ്റ്റേണലി കണക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്, അങ്ങനെ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് എക്സ്റ്റേണൽ കണക്ഷൻസ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സുകൾ മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ജോൺ വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ പ്രപ്പോസ് ചെയ്ത ഒരു മെത്തേഡ്, ഒരു ആർക്കിടെക്ചറാണ് എന്ത്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അപ്പോൾ ഇതിലെന്താണ്, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റാണ്. എന്താ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ 2 നമ്പറും അതുപോലെ തന്നെ ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും നമുക്ക് സെയിം മെമ്മറിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് എന്തു പറയുന്നത്, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നതും. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മെഷീനാണ് എന്ത്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ വോൺ ന്യൂമാൻ മെഷീൻസ്. ഓക്കെ, IIS കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതാണ് വോൺ ന്യൂമാൻ്റെ ബേസിക് സ്ട്രക്ചർ. എന്തൊക്കെയുണ്ട്, ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലേ, ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. എന്തിനാണ് ഇൻപുട്ട് ഡിവൈസ്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഏതൊരു കീ ഞെക്കിയാലും അല്ലെങ്കിൽ ഒരു റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ മൗസിൽ ക്ലിക്ക് ചെയ്താലും സ്ക്രോൾ ചെയ്താലും ഒക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു യൂസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിക്കോട്ടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻസ്ട്രക്ഷനെ കൊടുക്കുന്നതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്തെങ്കിലും പ്രോസസ്സുകൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമുക്ക് സ്ക്രീനിൽ ഔട്ട്പുട്ട് തരുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്ന പാർട്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ CPU അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ ഹാർട്ടായിട്ട് നമ്മൾ പറയുന്ന ആളാണ് ആര്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU. എല്ലാ പ്രോസസ്സിങ്ങും എവിടെയാണ് നടക്കുക, CPUവിലാണ് നടക്കുന്നത്. ഇനി ആ CPUവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ യൂണിറ്റ്, അതിനെ നമുക്ക് ALU എന്ന ചുരുക്കപ്പേരിലും വിളിക്കാം. പിന്നെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. പിന്നെ ഇൻറ്റേർണലായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മെമ്മറി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്ട്രക്ചറിൽ വോൺ ന്യൂമാനിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഇത്. ഇനി ഇതിൽ നമുക്ക് ഈ ഓരോ പാർട്ടുകളും എന്തിനാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻറ്റേർണൽ ഡിവൈസ് നമ്മൾ പറഞ്ഞു, കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് നമ്മൾ ഇൻറ്റേർണൽ ഡിവൈസസുകൾ നമുക്ക് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ മൗസ് നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഡിവൈസാണ്, കീബോർഡ് ഒരു ഇൻറ്റേർണൽ ഡിവൈസാണ് അല്ലേ, ടച്ച് സ്ക്രീൻ ആണെങ്കിൽ അതൊരു ഇൻറ്റേർണൽ ഡിവൈസാണ്. ഇനി അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും ഉണ്ട്. ഇനി അടുത്തതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPUവിൻ്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റ് എന്തിനാണ്, നമ്മുടെ ഓൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടാണ് ആര്, കൺട്രോൾ യൂണിറ്റ്. ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് കൺട്രോളിങ് സിഗ്നൽസ് അവിടെ വർക്ക് ചെയ്യണം. അതെപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അവസാനിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഇൻട്രപ്റ്റ്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആളെയാണ് ആര്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ട കൺട്രോൾ സിഗ്നൽസുകൾ ജനറേറ്റ് ചെയ്യുന്ന ആളാരാണ്, കൺട്രോൾ യൂണിറ്റാണ്. അടുത്തതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. എന്താണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 നമ്പറുകൾ കൂട്ടണം അല്ലെങ്കിൽ 2 നമ്പറുകൾ കുറയ്ക്കണം അല്ലെങ്കിൽ 2 നമ്പറുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അതൊക്കെ ആ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുക എവിടെ വെച്ചിട്ടാണ്, ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ വെച്ചിട്ടാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ, എന്ത് വർക്ക് ആയിക്കോട്ടെ, അത് പെർഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും, CPUവിൻ്റെ ഉള്ളിലെ ഈ ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൽ വെച്ചിട്ടായിരിക്കും. അടുത്തതാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മെമ്മറിയുടെ ഒരു പാർട്ട് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റാസ് കിട്ടാൻ വേണ്ടി CPUവിൻ്റെ ഉള്ളിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറി സ്പേസ് ആണ് എന്ത്, ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സി പി യുൻ്റെ ഉള്ളിലെ വർക്കിങ്ങിന് നമുക്ക് രജിസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റാസിനെ എടുത്തിട്ട് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും. സോ രജിസ്റ്റർ എന്ന് പറഞ്ഞാലും ഒരു മെമ്മറി പാർട്ട് തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മുടെ ഡാറ്റാസ് അവൈലബിൾ ആവാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ നമുക്ക് മെമ്മറിയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി വയ്ക്കാം, രജിസ്റ്റേഴ്സിലോട്ട് പെട്ടെന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സി പി യുൻ്റെ ഉള്ളിൽ രജിസ്റ്റേഴ്സുകളെ കൊണ്ടുവയ്ക്കുന്നത്. സോ ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഡാറ്റാസുകളാണ് നമ്മൾ ആ രജിസ്റ്റേഴ്സിൽ അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ ഒത്തിരി രജിസ്റ്റേഴ്സിനെ തന്നിട്ടുണ്ട്. പി സി, അപ്പോൾ അക്യുമുലേറ്റർ, അതൊക്കെ എന്താണെന്നുള്ളത് വരും ടോപ്പിക്സിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടായിരിക്കും, ഒരു സി പി യു ഉണ്ടായിരിക്കും, സി പി യുൻ്റെ ഉള്ളിൽ രജിസ്റ്റേഴ്സ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡാറ്റാസിനെ കൊടുക്കാനും ആൻസേഴ്സുകളെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു മെമ്മറി യൂണിറ്റും എവിടെയുണ്ട്, ഈ ഒരു വോൺ ന്യൂമാൻ മെഷീനിൽ ഉണ്ട്. ക്ലിയർ? കോമ്പണൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിൻ്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, എ എൽ യു ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, പിന്നെ മെമ്മറി യൂണിറ്റിൽ റാമും റോമും, പിന്നെ റീഡ് ഓൺലി മെമ്മറിയാണ് റോം, മറ്റത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇനി ബസ്സസുകൾ, അത് അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ്. അപ്പോൾ ബസ് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നോർമൽ ലൈഫിൽ ബസ് എന്താ? ഒരു സ്റ്റോപ്പിൽ നിന്ന് ആളെ എടുക്കുന്നു, അടുത്ത സ്റ്റോപ്പിൽ എവിടെയാണോ അത് ഇറങ്ങേണ്ടത് അവിടെ നിർത്തി കൊടുക്കും അല്ലേ? ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോ സ്റ്റോപ്പിലോട്ട് ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോവുകയാണ് ബസ് ചെയ്യുന്നത് അല്ലേ? സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ ആൾക്ക് പകരം നമ്മുടെ ഡാറ്റയാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അഡ്രസ്സിനെ കൊണ്ടുപോകുന്ന ബസ്സിനെയാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്, ഡാറ്റേനെ കൊണ്ടുപോകുന്ന ബസ്സിനെയാണ് ഡാറ്റാ ബസ് എന്ന് പറയുന്നത്, കൺട്രോൾ സിഗ്നൽസിനെ കൊണ്ടുപോകുന്ന ബസ്സിനെയാണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് ഡാറ്റേനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഡാറ്റാ ബസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് അഡ്രസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ അഡ്രസ് ബസ് ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ഈ ഓരോ കോമ്പൗണ്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്സസ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർ കണക്ഷൻ സ്ട്രക്ചറാണ് ഈ ബസ്. ഓരോ യൂണിറ്റ് തമ്മിലും ഓപ്പറേഷൻ എലമെൻറ്റ്സ് തമ്മിലും ഡാറ്റാസിനെയോ അഡ്രസ്സിനെയോ കൺട്രോൾ സിഗ്നൽസിനെയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബസ്സുകൾ യൂസ് ചെയ്യുന്നത്. ഈ ഏറോ മാർക്ക് കണ്ടില്ലേ? അതുതന്നെയാണ് ബസ്. അതായത് ഒരു സി പി യുവിൽ നിന്ന് മെമ്മറി യൂണിറ്റിലോട്ട് ഒരു ഡാറ്റേനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ആ ഒരു ഡാറ്റ നമ്മൾ ഡാറ്റ ബസ്സിലൂടെയാണ് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ മെമ്മറിയിലെ ഏതെങ്കിലും ഒരു അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് ഒരു ഡാറ്റേനെ എടുക്കണമെങ്കിൽ ആ അഡ്രസ്സ് എവിടെയാണ്? അഡ്രസ് ബസ്സിലൂടെയാണ് ആ അഡ്രസ്സ് പോവുക. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക കോമ്പോണൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. സെൻട്രൽ പ്രോസസ്സിംഗ് സി പി യു ഉണ്ട്, സി പി യുൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ഉണ്ട്, പിന്നെ ഓരോ എലമെൻറ്റ്സ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റയും അഡ്രസ്സും കൺട്രോൾ സിഗ്നൽസും പാസ് ചെയ്യാനായിട്ട് നമ്മൾ ബസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്താണെന്നാണ് അല്ലേ? അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പാർട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് ഡാറ്റ പ്രോസസ്സിങ്ങുകൾ പെർഫോം ചെയ്യുന്ന ഒരു പാർട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ സി പി യു. ആ സി പി യുൻ്റെ മേജർ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എ എൽ യു ഉണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരുപാട് രജിസ്റ്റേഴ്സുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞു. പിന്നെ എന്താണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസുകളും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്? എ എൽ യു. ആഡ് ചെയ്യാനായാലും സബ്ട്രാക്ട് ചെയ്യാനായാലും ഡിവൈഡ് ചെയ്യാനായാലും മൾട്ടിപ്ലൈ ചെയ്യാനായാലും അതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഇനി ലോജിക്കലാണെങ്കിൽ എന്താണ്? ആൻഡ്, ഓർ, നോട്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് ഈ ഒരു എ എൽ യുവിൽ വർക്ക് ചെയ്യുന്നു. ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ ഒരു ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നടക്കുന്നതിന് വേണ്ട ഒരു യൂണിറ്റാണ് എന്ത്? കൺട്രോൾ യൂണിറ്റ്. അതിന് വേണ്ട സിഗ്നൽസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സി പി യുൻ്റെ ഉള്ളിലുള്ള ഒരു ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയയാണ് എന്ത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സി പി യുൻ്റെ ഉള്ളിലൊരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട ഡാറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്റേഴ്സിലോട്ട് മെമ്മറിയിൽ നിന്ന് മാറ്റി വയ്ക്കും. സോ പെട്ടെന്ന് നമുക്ക് പ്രോസസ്സ് നടക്കുമ്പോൾ രജിസ്റ്റേഴ്സിൽ നിന്ന് അത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാനായിട്ട് പറ്റും. മെമ്മറിയിൽ പോയിട്ട് എടുത്തിട്ട് വരേണ്ട ആ ഒരു ടൈം ഡിലേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ആണ് മെമ്മറി യൂണിറ്റ്. നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോസസ്സ് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ട ഡാറ്റാസിനെ നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിനെ നമുക്ക് മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോഴാണോ ആ റിസൾട്ടിനെ നമുക്ക് യൂസറിന് വിസിബിളാക്കി കൊടുക്കേണ്ടത്, അപ്പോൾ നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വിസിബിളാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊക്കെയാണ് മെമ്മറി യൂണിറ്റ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിൽ റാം ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. ഒരിക്കലും റൈറ്റ് ചെയ്താൽ പിന്നെ നമുക്കത് റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് റോം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബസ്സസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ എലമെൻസിൻ്റെ എക്രോസിലും ഓരോ ഓപ്പറേഷണൽ യൂണിറ്റിൻ്റെ എക്രോസിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റാസിനെ അല്ലെങ്കിൽ അഡ്രസ്സിനെയോ അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസിനെയൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്, ഈ ബസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ CPU-യിൽ നിന്ന് ഒരു ഡാറ്റേനെ മെമ്മറിയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അതും ഡാറ്റാ ബസ് വഴിയാണ് പോവുക. ഇനി മെമ്മറിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു ഡാറ്റേനെ എടുക്കണമെങ്കിൽ ആ അഡ്രസ്സ് പോകുന്നത് അഡ്രസ് ബസ്സിലൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മെമ്മറി ആയിക്കോട്ടെ CPU ആയിക്കോട്ടെ ഒക്കെ ഒരു ഇൻറ്റേർണൽ ഏതൊരു ഓപ്പറേഷണൽ എലമെൻറ്റ്സ് തമ്മിലും ഡാറ്റാസിനെ പാസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർ കണക്ഷൻ സ്ട്രക്ചറാണ് എന്ത്, ഡാറ്റാ ബസ്. അഡ്രസ്സ് ആണെങ്കിൽ അത് പോകുന്ന സ്ട്രക്ചർ അഡ്രസ് ബസ് ആയിരിക്കും. സിഗ്നൽസ് ആണെങ്കിൽ, കൺട്രോൾ സിഗ്നൽസ് ആണെങ്കിൽ അത് പാസ് ചെയ്യുന്നത് കൺട്രോൾ ബസ്സിലൂടെ ആയിരിക്കും. ക്ലിയർ? ഇതാണ് ബസ്സസ്. നമ്മുടെ നോർമൽ ബസ്സിൻ്റെ സെയിം ഫങ്ഷൻ തന്നെയാണ്. നോർമൽ ബസ്സിലാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെയാണ് കയറ്റി കൊണ്ടുപോവുക. അതല്ല ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും കൺട്രോൾ ബസ്സും ഒക്കെ ആണെങ്കിൽ അതിൽ ഡാറ്റാ ബസ്സിലാണെങ്കിൽ ഡാറ്റാസിനെയാണ് ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് പോകുന്നത്. അഡ്രസ് ബസ് ആണെങ്കിൽ അതിൽ അഡ്രസ്സിനെയാണ് നമ്മൾ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് ക്യാരി ചെയ്ത് പോകുന്നത്. ക്ലിയർ? ദി ലാസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് വോൺ ന്യൂമാൻ ബോട്ടിൽ നെക്ക്. എന്താ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കണ്ടുപിടുത്തത്തിനും ഇൻവെൻഷനും എന്തുണ്ടായിരിക്കും, ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ വോൺ ന്യൂമാൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ഈ ബോട്ടിൽ നെക്കിൽ പറയുന്നത്. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ക്യാൻ ഓൺലി ബി ഡൺ വൺ അറ്റ് എ ടൈം ആൻഡ് സീക്വൻഷ്യലി എന്ന് പറഞ്ഞാൽ എന്താ? വൺ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാ പ്രോസസ്സും കൂടിയും ഒപ്പം ഈ ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ പോസിബിൾ അല്ല. ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ഒരു പ്രോസസ്സിനെ സിസ്റ്റത്തിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ മൾട്ടി ടാസ്കിങ് എന്നൊക്കെ, അത് അലൗഡ് അല്ലായിരുന്നു ആ ഒരു സിസ്റ്റത്തിൽ. ഇപ്പോൾ നമ്മളൊരു അഡീഷൻ ഉണ്ട് നമുക്ക്, അപ്പോൾ അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ അഡീഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റം അടുത്ത പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സമയത്ത് ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ നടത്താൻ പറ്റുള്ളൂ സിസ്റ്റം യൂസ് ചെയ്തിട്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? നമുക്ക് അത്രയും ടൈം അവിടെ വേസ്റ്റ് അല്ലേ? നമുക്ക് ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പാരലലായിട്ട്. അപ്പോൾ അതാണ് ഈ ഒരു വോൺ ന്യൂമാൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഒരൊറ്റ പ്രോസസ്സാണ് അറ്റ് എ ടൈമിൽ നമുക്ക് നടത്താൻ പറ്റുള്ളൂമായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല, മൾട്ടി ടാസ്കിങ് ആണല്ലേ. അറ്റ് എ ടൈം നമുക്ക് മൾട്ടിപ്പിൾ വർക്കുകൾ നമുക്ക് നമ്മളെ സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക്. ക്ലിയർ? ഓക്കെ.